ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. നല്ല മഴയാണ്, അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാനായിട്ട് നോക്കുക. ഇവിടെ നമ്മളെ എന്താ പറയാ, മലബാർ ഏരിയയിലൊക്കെ നല്ല മഴയാണ്. കുഞ്ഞിനൊന്നും കുറച്ച് ദിവസങ്ങളായിട്ട് സ്കൂളില്ല, അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബിഗിനേഴ്സ് ഗൈഡ് വെയിറ്റ് ലോസ് ചാലഞ്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് നമ്മൾ വ്യായാമം ഒരിക്കലും മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊക്കെയുള്ള പൊടിക്കൈകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അപ്പൊ നെക്സ്റ്റ് എന്താ പറയാ, വ്യായാമത്തിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഡയറ്റ് ആയിരിക്കും. അപ്പൊ ഡയറ്റ് ഇനി എങ്ങനെയാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഒറ്റ ദിവസം പോലും മുടങ്ങാതെ നമുക്ക് എങ്ങനെ ഡയറ്റ് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യാണ് എന്നുള്ളൊരു തോന്നൽ പോലും ഇല്ലാതെ എങ്ങനെ നമുക്ക് ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാം, അതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ നോർമലി നമ്മുടെ ഫാമിലിക്കൊക്കെ വേണ്ടി കുക്ക് ചെയ്യുന്ന ആഹാരം എങ്ങനെ ഒരു വെയിറ്റ് ലോസ് ഡയറ്റായിട്ട് മാറ്റിയെടുക്കാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡയറ്റിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പറയാനുള്ളത്, ബിഫിറ്റ് സ്ക്വാഡിൽ നമ്മൾ ഓഗസ്റ്റ് മന്തിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള ഒരു റീസൺ, നമ്മൾ കഴിഞ്ഞ ഇയറിലും ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഫ്യൂ മന്ത്സ് മാത്രമാകുമ്പോൾ നമ്മളെപ്പോഴും ഒരു പാക്കേജ് ആയിട്ടാണ് നമ്മുടെ വെയിറ്റ് ലോസ് പ്രോഗ്രാംസ് നമ്മൾ സെല് ചെയ്യുന്നത്. അപ്പോൾ ഈ പാക്കേജ് എന്ന് പറയുമ്പോൾ 2+1 ഓഫറാണ് നമ്മൾ ഇത്തവണ സെല് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ജസ്റ്റ് പേയ്മെന്റ് ചെയ്യേണ്ടത് 2 മന്ത്സിലേക്ക് മാത്രമാണ്. തേർഡ് മന്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ട്രെയിനിങ് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ടോട്ടലി നോക്കുകയാണെങ്കിൽ 2 മന്ത്സ് കോഴ്സിന്റെ ഫീസിൽ നിങ്ങൾക്ക് 3 മന്ത്സ് ഒരു ട്രാൻസ്ഫോർമേഷൻ പ്ലാൻ തന്നെയാണ് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു ലാസ്റ്റ് ഫ്യൂ മന്ത്സ് എന്ന് പറയുന്ന എല്ലാവരും വെയിറ്റ് ലോസിന് വേണ്ടി എഫേർട്ട് എടുക്കുന്ന ഒരു സമയമായിരിക്കും. നിങ്ങൾ ഇടുന്ന ആ ഒരു എഫേർട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടും കൺസിസ്റ്റന്റ് ആയിട്ടും ആ ഒരു വർത്ത് ആയിട്ടുള്ള രീതിയിൽ പ്രൊഫഷണൽ സപ്പോർട്ടോട് കൂടി കംപ്ലീറ്റ് മോട്ടിവേഷനോട് കൂടി നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ ബെസ്റ്റ് ടൈം. കാരണം വളരെ നോമിനൽ ആയിട്ടുള്ള കോഴ്സിൽ നിങ്ങൾക്ക് ഈ തവണ 3 മന്ത്സ് പ്ലാനിന് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് 4 വീക്സ് പ്ലാൻ ഉണ്ട് കേട്ടോ. ഈ ഒരു 3 മന്ത്സ് പ്ലാന് ചൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വേണ്ടി നമ്മൾ 4 വീക്സ് പ്ലാനും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ബിഫിറ്റ് സ്ക്വാഡിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും റൈറ്റ് ടൈം ഇതായിരിക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഡയറ്റ് നമുക്ക് എങ്ങനെ മുടങ്ങാതെ ചെയ്യാം, ഡയറ്റ് എങ്ങനെ നമുക്കൊരു എന്താ പറയുക ബുദ്ധിമുട്ടില്ലാത്തൊരു സംഭവമാക്കി മാറ്റിയെടുക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഡയറ്റ് എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്, ഞാൻ നാളെ മുതൽ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഡയറ്റിലാണെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ ഈ ഡയറ്റ് എന്ന് പറയുമ്പോൾ തന്നെ കുറെ പേര് വിചാരിച്ചിരിക്കുന്നത് ഇത് പട്ടിണി കിടക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഡയറ്റ് എന്ന് പറയുമ്പോൾ വരുന്നത്. പക്ഷെ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല. നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക, ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഈറ്റിംഗ് റുട്ടീൻ ഫോളോ ചെയ്യുക, ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക എന്നൊക്കെയാണ് നമ്മൾ ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അബ്നോർമൽ ആയിട്ട് ആഹാരം കഴിക്കുന്ന ആൾക്കാർ, അതായത് ഈ ജങ്ക് ഫുഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഗുലർലി എടുക്കുന്നവരെ നമ്മൾ ഒട്ടും അത്ഭുതത്തോടെയില്ല. അത് നോർമൽ ആയിട്ടാണ്, നമ്മൾ വളരെ കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള ആളുകളെ കാണുന്നത്. പക്ഷെ അതേസമയം ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഇടയിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഹാരം കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും ഹോട്ടലിലും അങ്ങനെയൊക്കെ സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെങ്കിലും ഹെൽത്തി ആഹാരം ചൂസ് ചെയ്യുന്നവരെ നമ്മളൊരു അബ്നോർമൽ ആയിട്ടുള്ള ആളുകളായിട്ട് കാണും. ഓ, ഡയറ്റിലാണല്ലേ എന്നുള്ളൊരു ചോദ്യം വരാം. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ആഹാരങ്ങളും ജങ്ക്സ് ഒന്നും കഴിക്കാതെ നമ്മളൊന്ന് മാറിയിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ആഹാരത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഓ, നീ ഡയറ്റിലാണോ എന്ന് ചോദ്യം വരും. അതേപോലെ തന്നെ നമ്മളൊന്ന് മേക്ക് ഓവർ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ചത് വെയിറ്റ് ഒന്ന് കുറഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഡയറ്റിലാണോ എന്ന് ചോദ്യം വരാം. അപ്പൊ ഈ ഡയറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ പട്ടിണി കിടന്നുകൊണ്ട് നമ്മളെ വെയിറ്റ് കുറയ്ക്കാനുള്ള എന്തോ ഒരു മഹാസംഭവമായിട്ടാണ് പലരും, മെജോറിറ്റി ആളുകളും കാണുന്നത്. ഈ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ ആദ്യം ഡയറ്റിനെ പറ്റി മാറ്റിയെടുക്കേണ്ടത്. ഡയറ്റ് എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ എന്താ പറയുക റെഗുലർ ഫുഡ്, റിയൽ ഫുഡ് കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ ഡയറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഡയറ്റിനെ എന്തോ സോ കോൾഡ് സംഭവമായിട്ട് നമ്മൾ കാണുന്നതുകൊണ്ടാണ് നമുക്കത് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് അത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാതെ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങളിപ്പോൾ ഒരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് പലരും, ബിഗിനേഴ്സ് ആയിട്ടുള്ള പലരും അറിയാത്തൊരു സംഭവമാണ്. എന്ത് ഡയറ്റ് ചൂസ് ചെയ്യണമെന്ന് എല്ലാവർക്കുള്ള ഡൗട്ടാണ്. പലതരത്തിലുള്ള ഡയറ്റ് നെയിംസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പാലിയോ ഡയറ്റ്, അതേപോലെ തന്നെ മിലിറ്ററി ഡയറ്റ്, എഗ് ഡയറ്റ്, ബനാന ഡയറ്റ്, കീറ്റോ ഡയറ്റ്, അങ്ങനെ പല പല നെയിം വെച്ചിട്ടുള്ള ഫാഡ് ഡയറ്റുകൾ നമുക്കിപ്പം അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു പ്രത്യേകിച്ച് ബിഗിനേഴ്സിന്റെ കാര്യത്തിൽ, നമ്മളിത് ബിഗിനേഴ്സ് ഗൈഡ് ആയിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ബിഗിനേഴ്സിനെ എടുത്തെടുത്ത് പറയുന്നത്. അപ്പൊ ബിഗിനേഴ്സിന് എന്താ ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ എന്ത് തരം ഡയറ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യമായിരിക്കും അവർ ആലോചിക്കുന്നത്. എന്ത് തരം വർക്ക്ഔട്ട് ചെയ്യണം, എന്ത് തരം ഡയറ്റ് ചെയ്യണം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ബെസ്റ്റ് ഡയറ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് വർക്ക്ഔട്ട് എന്നൊക്കെ പറയുന്നത് എന്താണ് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, അതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പം കീറ്റോ ഡയറ്റ്, അല്ലെങ്കിൽ ബനാന ഡയറ്റ്, അല്ലെങ്കിൽ എഗ് ഡയറ്റ്, ഇത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ് എത്തുന്നത് വരെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു ബെസ്റ്റ് ഡയറ്റ് ആണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഡയറ്റുകളുടെ ഒരു പ്രശ്നം എന്താണ്, നമുക്ക് മാക്സിമം ഒരു കാലയളവുണ്ട്, ആ കാലയളവിനുള്ളിൽ തന്നെ നമ്മൾ ഇത് ഫിനിഷ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള പല പല സൈഡ് എഫക്റ്റുകളും വരും. ഇപ്പം എഗ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാൾ മാക്സിമം അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റാവുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു 15 ഡേയ്സ് വരെയൊക്കെയാണ്. 15 ഡേയ്സ് കഴിഞ്ഞാൽ അവർ റെഗുലർ ഡയറ്റിലോട്ട് വരണം.
അപ്പൊ ആ ഒരു 15 ഡേയ്സിൽ ചിലപ്പോൾ ഒരു 10 kg കുറഞ്ഞു എന്ന് വരാം, അല്ലെങ്കിൽ ഒരു 5 kg കുറഞ്ഞു എന്ന് വരാം. ആ ഒരു കുറഞ്ഞ കെ ജി തന്നെ, ആ ഒരു കുറഞ്ഞ വെയിറ്റ് തന്നെ നമ്മൾ ഈ ഒരു 50 ഡേയ്സ് കഴിഞ്ഞ് വീണ്ടും റെഗുലർ ഡയറ്റിലോട്ട് വരുമ്പോൾ അത് റീഗെയിൻ ചെയ്തു എന്ന് വരാം. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇത്തരത്തിലുള്ള ഈ സോ കോൾഡ് നെയിമുകളുള്ള ഡയറ്റുകളൊക്കെ തന്നെ ഒരിക്കലും നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഡയറ്റുകളല്ല. അപ്പോൾ എപ്പോഴും വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ഫോർകാസ്റ്റ് ചെയ്യണം. അതായത് നമ്മളിത് ഫ്യൂച്ചറിലേക്കും കൂടെ ആലോചിക്കണം. ഈ ഒരു ഡയറ്റ് ഞാനിപ്പോൾ ചൂസ് ചെയ്ത ഈ ഒരു ഡയറ്റ് എനിക്കൊരു 3 മന്ത്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെക്കുക. കാരണം നമ്മൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മിനിമം നമ്മൾ കൊടുക്കേണ്ടുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് 100 ഡേയ്സ് ആണ്. ആ ഒരു 100 ഡേയ്സ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ചേഞ്ച് എന്നൊക്കെ പറയാനുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു 100 ഡേയ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഡയറ്റിനെ ഒന്ന് ഫോർകാസ്റ്റ് ചെയ്ത് നോക്കുക. അതായത് ഈ ഒരു ഡയറ്റ് ഞാനിപ്പോൾ ചൂസ് ചെയ്ത ഡയറ്റ് എനിക്ക് 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. 3 മാസം കഴിഞ്ഞാൽ പിന്നീട് ലൈഫ് ടൈമിന്റെ കാര്യം ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒരു 3 മന്ത്സിലേക്കുള്ള ഒരു ടൈം പീരീഡ് വെച്ചിട്ട് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ടൈം പീരീഡ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പാലിയോ ഡയറ്റ് അല്ലെങ്കിൽ ബനാന ഡയറ്റ്, എഗ് ഡയറ്റ്, കീറ്റോ ഡയറ്റ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഡയറ്റുകളല്ല, ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത ഡയറ്റുകളാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാൻസി ആയിട്ടുള്ള ഡയറ്റുകളാണ്. അപ്പൊ തന്നെ ഈ ഒരു ലിസ്റ്റ് നമുക്ക് ഇത്തരത്തിലുള്ള ഡയറ്റുകൾ എടുത്ത് മാറ്റാം. പിന്നെയുള്ള നമ്മൾ ആലോചിക്കേണ്ട ഈ ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഡയറ്റ് എന്താണ്, അതാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇത് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആക്ച്വലി ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഡയറ്റിനെ നോക്കിക്കാണുന്നതെങ്കിൽ, നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ ഒന്ന് മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാലത്തും, അതായത് ലൈഫ് ടൈമിൽ നിങ്ങൾക്ക് ഡയറ്റിൽ നിന്ന് വിട്ട് മാറി പുറത്തോട്ട് വരേണ്ടതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടോ നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണി സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടോ വരില്ല. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് എന്താണോ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫുമായിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കാതെ ചെയ്യാൻ പറ്റുന്ന എന്താണോ അതാണ് നമുക്ക് എപ്പോഴും പോസിബിൾ ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വേ. കാരണം നമ്മളിപ്പോൾ എല്ലാവരും ബിസിയാണ്. നമുക്ക് എന്താ പറയുക, നമ്മൾ വീട്ടമ്മമാരാണെങ്കിലും ബിസിയാണ്, നമുക്ക് വീട്ടിലുള്ള ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. വർക്കിംഗ് ആയിട്ടുള്ള മദേഴ്സ് ആണെങ്കിൽ അവരും ബിസിയാണ്, അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിലും ബിസിയാണ്. എല്ലാവർക്കും ഇപ്പോൾ സമയമില്ല എന്നുള്ളൊരു വലിയൊരു പരാതി തന്നെയാണ് കേൾക്കാനുള്ളത്. ഒന്നിനും സമയമില്ല. അപ്പൊ ഇങ്ങനെ ഒന്നിനും സമയമില്ലാത്ത നമ്മൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഈ ഫാൻസി ഡയറ്റുകളൊക്കെ പുറകെ പോവുക അല്ലെങ്കിൽ കുറുക്കു വഴികളൊക്കെ പുറകെ പോവുക എന്നുള്ളത് സാധാരണ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ആലോചിക്കുന്നില്ല, നമ്മൾ ഇത്തരത്തിലുള്ള ഡയറ്റുകളും വർക്ക്ഔട്ട് റുട്ടീനും അല്ലെങ്കിൽ എന്തെങ്കിലും ഷേക്കുകളും ഡ്രിങ്കുകളും ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് വിപണിയിൽ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെ പുറകെ പോകുമ്പോൾ നമ്മൾ ആലോചിക്കുന്നില്ല ഇത് നമുക്ക് ടെമ്പററി റിസൾട്ട് മാത്രമാണ് തരുന്നത്. നമ്മൾ ആരും തന്നെ ആലോചിക്കുന്നില്ല. നമ്മളെല്ലാവരും വെയിറ്റ് ലോസ് എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഒരു പെർമനന്റ് റിസൾട്ട് ആണ്. ഇപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ട് ഒരു 30 kg അല്ലെങ്കിൽ ഒരു 15 kg കുറച്ചുകൊണ്ടിരിക്കുക, പക്ഷെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ആ ഒരു വെയിറ്റ് മുഴുവൻ റീഗെയിൻ ആവുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയായിരിക്കും. ആ ഒരു അവസ്ഥയിലൂടെ പോയി കഴിഞ്ഞവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കാണോ നിങ്ങൾ പോകേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ ഇത്തരത്തിലുള്ള കുറുക്കു വഴികളിലൂടെ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ആലോചിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു വയസ്സായിട്ടുള്ള ഒരു തോട്ട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ കുറുക്കു വഴികൾ തേടി പോകില്ല. എപ്പോഴും അതിന്റെ നേരായ മാർഗത്തിലൂടെ നമ്മൾ റിസൾട്ടിലോട്ട് എത്താനായിട്ടേ ശ്രമിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ നിങ്ങൾ ശ്രമിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്താണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് നമ്മൾ റെഗുലർ ആയിട്ട് സ്റ്റേപ്പിൾ ആയിട്ട് നമ്മൾ ഡെയിലി കഴിക്കുന്ന ആഹാരം എന്താണോ ആ ഒരു ആഹാരത്തിനെ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ കഴിക്കുന്ന ആ ഒരു ഫുഡ് വെറൈറ്റീസിനെ ഒരു ഡയറ്റിലോട്ട് മാറ്റുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ ലോകത്തുള്ള ഏത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്താലും അല്ലെങ്കിൽ എത്ര ഫാൻസി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്താലും ആ ഒരു ഡയറ്റിനകത്ത് നിങ്ങൾ കലറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഫോളോ ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും വെയിറ്റ് ലോസ് ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഈ സോ കോൾഡ് ഡയറ്റിനേക്കാളും ഒക്കെ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഫാറ്റ് ഡയറ്റിനെയും ക്രാഷ് ഡയറ്റിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞ സംഭവം ഈ ഒരു കലറി ഡെഫിസിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ റെഗുലർ ആയിട്ട് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആഹാരത്തിൽ തന്നെ ഈ ഒരു കലറി ഡെഫിസിറ്റ് കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. ഈ എഗ് ഡയറ്റ്, ബനാന ഡയറ്റ് അല്ലെങ്കിൽ മിലിറ്ററി ഡയറ്റ് ഇതിലൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഇതിലും നമ്മൾ കലറി ഡെഫിസിറ്റ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കലറി ഡെഫിസിറ്റിന് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എക്സ്ട്രീം കലറി ഡെഫിസിറ്റ് ആണ് ഇത്തരത്തിലുള്ള ഡയറ്റുകൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ഒരു രീതിയിൽ ഫുഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ മാക്സിമം ഒരു 600 കലോറി അല്ലെങ്കിൽ 700 കലോറി ഫുഡൊക്കെയാണ് ഡെയിലി ഇൻടേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് റാപ്പിഡ് ആയിട്ടുള്ള വെയിറ്റ് ലോസ് ഉണ്ടാവുന്നതും, പക്ഷെ അതേസമയം ഒരു റാപ്പിഡ് വെയിറ്റ് ലോസ് നമ്മുടെ ഹെൽത്തിനെ ദോഷമായിട്ട് ബാധിക്കുന്നതും ഇതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്രാഷ് ഡയറ്റിലോട്ടൊന്നും പോകരുതെന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇതും കലറി ഡെഫിസിറ്റ് ഫോളോ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നത്. പക്ഷേ എക്സ്ട്രീം കലറി ഡെഫിസിറ്റ് ആണ്, അതൊട്ടും നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. പക്ഷെ നമ്മൾ റെഗുലർ ആഹാരങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു ബാലൻസ്ഡ് മീൽ ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു ഡയറ്റാണ്, ഒരു കലറി ഡെഫിസിറ്റ് ഡയറ്റ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളും ഉണ്ടാവില്ല, നമുക്ക് ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ഉണ്ടാവില്ല. അതേസമയം നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ടും പറ്റും. പക്ഷേ ഈ ഒരു ക്രാഷ് ഡയറ്റ് ഫോളോ ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്യുന്ന അത്രയും സ്പീഡായിട്ട് നമുക്ക്, അതായത് റാപ്പിഡ് ആയിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള റാപ്പിഡ് വെയിറ്റ് ലോസ് നമുക്ക് ഒട്ടും നല്ലതുമല്ല. റാപ്പിഡ് ആയിട്ട് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ
റാപ്പിഡ് ആയിട്ട് തന്നെ ആ വെയിറ്റ് തിരിച്ച് റീഗെയിൻ ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ്. പക്ഷെ നമ്മൾ സ്ലോ ആയിട്ടാണ് വെയിറ്റ് ലോസ് ചെയ്യുന്നതെങ്കിൽ അത് തിരിച്ച് കയറാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്രാഷ് ഡയറ്റ് ചെയ്യുന്ന ആ ഒരു അത്രയും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ ഡെയിലി വീട്ടിൽ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ കഴിച്ചുകൊണ്ടും അതിനകത്തൊരു കലറി ഡെഫിസിറ്റ് കീപ്പ് ചെയ്തുകൊണ്ടും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷെ ക്ഷമയോടെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ള മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഇപ്പം ബിഫിറ്റ് സ്ക്വാഡിൽ തന്നെ ജോയിൻ ചെയ്യുന്നവരൊക്കെ തന്നെ, അതായത് മെജോറിറ്റി ആളുകൾ നമ്മളെടുത്ത് എൻക്വയറി ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ തരുന്ന ഡയറ്റ് എക്സ്പെൻസീവ് ആയിരിക്കുമോ, ഫാൻസി ആയിരിക്കുമോ, എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റുമോ, ഡെയിലി നമ്മളെ റുട്ടീനുമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുമോ, എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്യാന്നൊക്കെ പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസെക്യൂരിറ്റീസുമായിട്ട് നമ്മുടെ ബിഫിറ്റ് സ്ക്വാഡിൽ വന്ന് ജോയിൻ ചെയ്യുന്നവരുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ആളുകളിൽ വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡയറ്റിനെ പറ്റി ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് വരുന്നതെന്നാണ് ഞാൻ ശരിക്കും ആശ്ചര്യപ്പെടുന്നത്. കാരണം ഞാൻ അത്രയും വീഡിയോസ്, ഞാൻ ഡെയിലി കഴിക്കുന്ന ആഹാരങ്ങൾ വെച്ചിട്ടുള്ള ഒരു 30 days ചാലഞ്ച് പോലും ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു 30 days ഞാൻ എന്തൊക്കെ കഴിച്ചു നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു തരത്തിലുള്ള ഫാൻസി ഐറ്റംസും ഞാൻ ആ ഡയറ്റിൽ ഒന്നും തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ എല്ലാ ദിവസവും റൈസൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡയറ്റ് ആയിരുന്നു ഞാൻ ഫോളോ ചെയ്തത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ആ ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ വരുന്നതെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു സെപ്പറേറ്റ് ഫുഡ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഫുഡ് ഓപ്ഷൻസ്, ഫാൻസി ഫുഡ് ഓപ്ഷൻസ് കഴിച്ചാൽ മാത്രമേ എനിക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവൂ എന്നുള്ളൊരു തോന്നലാണ് നമ്മുടെ മനസ്സിൽ. അത് ആഴത്തിൽ ഇങ്ങനെ ഉറച്ചുപോയി. അത് നമ്മൾ മാറ്റിയെടുക്കാൻ ഒരുപാട് ബിഫിസ്കളിൽ ഒരുപാട് അതിനെ ട്രൈ ചെയ്യുന്നുണ്ട്. ഒരുപാട് ക്ലയൻസ് അതിനകത്ത് നിന്ന് മാറി വരാറുണ്ട്. അത് ഒരു ലൈഫ് സ്റ്റൈലായിട്ട് നമ്മൾ മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. അതായത് ഇത്രയും മാസം ഞാൻ ഡയറ്റ് ഫോളോ ചെയ്യും, പിന്നീട് ഞാൻ ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യും. പലപ്പോഴും ഞാൻ കമന്റ് സെക്ഷനിലും കാണുന്ന ഒരു കാര്യമാണത്, ചേച്ചി ഞാൻ 3 മാസം ഡയറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നീട് ആ ഡയറ്റ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ എന്റെ വെയിറ്റ് റീഗെയിൻ ആയി. എന്തിനാണ് ഈ ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് അവിടെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം. നമ്മളൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡയറ്റ് റുട്ടീൻ ആണ് ഫോളോ ചെയ്തെങ്കിൽ നമ്മൾ ആ 3 മാസം കഴിഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ എന്തോ ഒരു സോ കോൾഡ് ഡയറ്റ് ആയിരിക്കാം ആ കുട്ടി ചെയ്തത്, അല്ലെങ്കിൽ ഒരുപാട് പേര് അങ്ങനത്തെ കമന്റ്സ് ഞാൻ കാണാറുണ്ട്. അപ്പൊ ഇവരൊക്കെ തന്നെ നമുക്ക് ഒട്ടും സസ്റ്റൈനബിൾ അല്ലാത്ത ഏതെങ്കിലും ഒരു പാറ്റേൺ ആയിരിക്കും ഫോളോ ചെയ്തത്. അതുകൊണ്ടാണ് ഒരു സമയം എത്തുമ്പം ആ ഒരു ഡയറ്റ് റുട്ടീൻ സ്റ്റോപ്പ് ചെയ്ത് അവർ റെഗുലർ ഫുഡ് ഓപ്ഷനിലോട്ട് വരുന്നത്. പിന്നെ ചിലർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് ഒഴിവാക്കും, അല്ലെങ്കിൽ എന്താ പറയാ, വളരെ സ്റ്റേപ്പിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷുഗർ ഒഴിവാക്കിയാൽ എല്ലാം ആയെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചോറ് ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് വെയിറ്റ് ലോസ് കിട്ടുമെന്ന് വിചാരിക്കുന്ന ആളുണ്ട്. കാരണം ഇങ്ങനെയുള്ള എൻക്വയറീസ് നമുക്ക് വരാറുണ്ട്. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ചോറ് കഴിക്കാറില്ല, ബിരിയാണി കഴിക്കാറില്ല, പൊറോട്ട കഴിക്കാറില്ല, പഞ്ചസാര ഇൻക്ലൂഡ് ചെയ്യാറില്ല, എല്ലാം ഞാൻ വളരെ ഹെൽത്തി ആയിട്ടാണ് കഴിക്കാറ്. പക്ഷെ എനിക്ക് എന്നിട്ടും വെയിറ്റ് ലോസ് ഇല്ല. അപ്പോൾ തന്നെ ഞാൻ അവരുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ചോറ് ഒഴിവാക്കൊണ്ടുള്ള ഡയറ്റ് നിങ്ങൾക്ക് കാലാകാലം, അതായത് നിങ്ങളുടെ ലൈഫ് ടൈം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ? ഇല്ല എന്നുള്ളത് തന്നെയായിരിക്കും എനിക്ക് കിട്ടുന്ന ഉത്തരം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവം നിങ്ങൾ കുറച്ചു കാലത്തേക്ക് മാത്രമായിട്ട് എന്തിനു മാറ്റി വെക്കണം എന്നുള്ളതാണ് എന്റെ ചോദ്യം. അങ്ങനെയൊക്കെ നമ്മൾ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡയറ്റ് ഒരു ഭാരമായിട്ട് തോന്നുന്നതും അത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെന്ന് തോന്നുന്നതും. കാരണം എപ്പോഴും പഞ്ചസാര യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാള്, അല്ലെങ്കിൽ എപ്പോഴും ചോറ് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത ഒരാള് ഡയറ്റ് അതല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാനായിട്ട് ചോറ് ഉപേക്ഷിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിക്കുക. എത്രത്തോളം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും അത്. അല്ലെങ്കിൽ ഷുഗറിനോട് ഭയങ്കര ക്രേവിംഗ് ഉണ്ട്, ചോക്ലേറ്റിനോട് ഭയങ്കര ക്രേവിംഗ് ഉണ്ട്, അത് ഒരു മാസത്തേക്ക് ഞാൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ എന്റെ ബോഡിയിൽ എത്രത്തോളം കോർട്ടിസോൾ അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺ ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തൊരു സന്യാസി ജീവിതം നയിക്കുന്നതല്ല ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത്. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ഞാൻ ഇപ്പോഴും എന്റെ വെയിറ്റ് ലോസ് ജേണിയിലാണ്, ഫാറ്റ് ലോസ് ജേണിയിലാണ്. ഞാൻ എല്ലാ ദിവസവും ഇപ്പോൾ കഴിയുന്നതും ടച്ച് വുഡ് എനിക്കിപ്പോൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ എന്റെ ഡയറ്റിനകത്ത് ഞാൻ എല്ലാം തന്നെ കഴിക്കാറുണ്ട്. ഞാൻ പൊറോട്ട കഴിക്കാറുണ്ട്, ഐസ്ക്രീം കഴിക്കാറുണ്ട്, ഞാൻ കേക്ക് കഴിക്കാറുണ്ട്, ബിരിയാണി കഴിക്കാറുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ തന്നെ കഴിച്ചുകൊണ്ടുള്ള ഒരു ഡയറ്റാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡയറ്റിന്റെ കാര്യത്തിൽ അയ്യോ എനിക്ക് ഇന്ന ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നാലോചിച്ച് ഞാൻ ഒരിക്കലും പോലും ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല, സ്ട്രെസ്ഫുൾ ആവേണ്ടി വന്നിട്ടില്ല. ആ ഒരു രീതിയിൽ ഫുഡിനെ നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഈസി ആയിട്ട് വളരെ കൂളായിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ജേർണി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പം കുറെ പേര് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചോറൊക്കെ ഒഴിവാക്കി അല്ലെങ്കിൽ ഷുഗറൊക്കെ ഒഴിവാക്കിയിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഷുഗറൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് പറ്റുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റാവുന്ന ഒരു നല്ല കാര്യമാണ് നിങ്ങളുടെ ബോഡിക്ക് വേണ്ടിയിട്ട്. പക്ഷെ ചോറൊന്നും നിങ്ങൾ അവോയ്ഡ് ചെയ്യണം ഞാൻ ഒരിക്കലും പറയില്ല. നമ്മൾ അതിന്റെ പോർഷനാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് എല്ലാം കഴിക്കാം, പക്ഷേ അതിനൊരു പോർഷൻ ഉണ്ട്. ഓരോ ഫുഡിനും ഓരോ പോർഷൻ ഉണ്ട്. ആ പോർഷൻ നോക്കിയിട്ടായിരിക്കണം നിങ്ങൾ ആഹാരം കഴിക്കേണ്ടത്. അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡയറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വീഡിയോയിൽ അത് ഒതുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇരുന്ന്, അതായത് ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇരുന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഡെയിലി നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ ഫുഡ് ഓപ്ഷൻസ് ഉണ്ടാക്കാറുണ്ട്. കുറെ പേര് വളരെ എന്താ പറയുക ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട് കേട്ടോ. ഒരാഴ്ചത്തേക്കുള്ള ഗ്രോസറി ഒക്കെ മേടിച്ച് വെച്ച് ഒരാഴ്ചത്തേക്കുള്ള എന്തൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കുക എന്നൊക്കെ കറക്റ്റായിട്ട് ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം നമുക്ക് അറിയായിരിക്കും വെള്ളിയാഴ്ച എന്താണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് തിങ്കളാഴ്ച അറിയായിരിക്കും. അപ്പൊ അങ്ങനെ കംപ്ലീറ്റ്ലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അല്ലാതെയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ,
എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന്, അതായത് നെക്സ്റ്റ് വീക്കിലേക്ക് നിങ്ങൾ എന്തൊക്കെ കഴിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി എന്തൊക്കെ കഴിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്ത് വെക്കുക. അതിനുള്ള ഗ്രോസറീസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ സ്റ്റോക്ക് അപ്പ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിൽ നമ്മുടെ ഫാമിലിക്ക് ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് തന്നെ അതിൽ കലോറി ഡെഫിസിറ്റ് കീപ്പ് ചെയ്തിട്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങൾ നല്ല ഫുഡാണോ അല്ലെങ്കിൽ ഹെൽത്തി ഫുഡാണോ ഫീഡ് ചെയ്യുന്നുള്ളത് എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ അൺഹെൽത്തി ഫുഡുകൾ കഴിച്ചുകൊണ്ട് അതിനകത്ത് കലോറി ഡെഫിസിറ്റ് വരുത്തുക എന്ന് പറയുന്നത് ശരിക്കും ഒരു വിരോധാഭാസമാണ്. അപ്പൊ അത് ഒട്ടും നമ്മുടെ ബോഡിക്ക് നല്ലതായിരിക്കില്ല. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമായിരിക്കും, കലോറി ഡെഫിസിറ്റ് കീപ്പ് ചെയ്ത് എന്തായാലും നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യും, പക്ഷെ എന്നാലും അത് ഒട്ടും ഒരു ഹെൽത്തി ആയിരിക്കില്ല. നമുക്ക് നല്ല രീതിയിൽ ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ബോഡിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഇപ്പോൾ ഉള്ള പോലെ തന്നെ എപ്പോഴും യങ് ആയിട്ടിരിക്കാനും എനർജറ്റിക് ആയിട്ടിരിക്കാനും നല്ല ഫുഡുകൾ, റിയൽ ഫുഡുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട കാര്യം, നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങൾ നല്ല ഫുഡാണോ ഹെൽത്തി ഫുഡാണോ നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു നെക്സ്റ്റ് വീക്കിലേക്ക് നിങ്ങൾ എന്തൊക്കെ ഫുഡുകൾ നിങ്ങൾ കഴിക്കും. അതായത് നമ്മൾ ഇപ്പോൾ ഉണ്ടാവില്ല ഇഡ്ഡലി, സാമ്പാർ, ചട്നി അല്ലെങ്കിൽ പുട്ട്, കടലക്കറി, ആ ഒരു രീതിയിൽ. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണോ ഓരോ ദിവസം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റിന്, നിങ്ങൾ 5 ദിവസത്തേക്ക് 5 തരം ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്, ഉച്ചയ്ക്ക് ലഞ്ചിന് എന്തൊക്കെയായിരിക്കും, ഈവനിങ് ഡിന്നറിന് എന്തൊക്കെയായിരിക്കും, നിങ്ങൾ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അതിനുള്ള ഗ്രോസറീസ് ഒക്കെ നിങ്ങൾ വാങ്ങിച്ചു വെക്കുക. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഗ്രോസറിയിൽ നിങ്ങൾ അധികം പച്ചക്കറികളൊന്നും, അതായത് സാലഡ്സും അങ്ങനത്തെ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ചധികം പച്ചക്കറികൾ, അതായത് ഈ കുക്കുംബർ, ക്യാരറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഈ മെഴുക്കുവരട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കില്ല, അതായത് പയർ, ചീര, ക്യാബേജ്, അങ്ങനെയുള്ള നമ്മൾ ഉപ്പേരി വെക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ പച്ചക്കറികളാണെങ്കിലും നിങ്ങളൊന്ന് വാങ്ങിച്ചു വെക്കുക, കുറച്ച് എക്സ്ട്രാ നിങ്ങൾ വാങ്ങിച്ചു വെക്കുക. കാരണം നമ്മളൊരു വെയിറ്റ് ലോസ് ഡയറ്റിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ പ്ലേറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ. അപ്പൊ അങ്ങനെ ഫൈബർ റിച്ച് ആയിട്ടുള്ള കുറച്ചധികം ഗ്രോസറി നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് വെക്കുക. അപ്പൊ അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ടാസ്ക്. അതിനുശേഷമാണ് ഈ ഗ്രോസറി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മളൊരു ഡയറ്റ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മൾ റെഗുലർ ഫുഡ്, നമ്മൾ സാധാരണക്കാരന്റെ ആഹാരങ്ങൾ വെച്ചിട്ട് ഒരു ഡയറ്റ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. അതും നല്ലൊരു കലോറി ഡെഫിസിറ്റ് കീപ്പ് ചെയ്യുന്ന ഒരു ഡയറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും സസ്റ്റൈനബിൾ ആയിട്ട് ലൈഫ് ലോങ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് ആയിരിക്കും അത്. നിങ്ങൾക്ക് ഈസി ആയിട്ട്, കൂളായിട്ട്, സന്തോഷത്തോടെ ഒരു ഫുഡും അവോയ്ഡ് ചെയ്യാൻ നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡയറ്റ് ആയിരിക്കും അത്. അപ്പൊ ആ ഒരു ഡയറ്റ് നമ്മൾ ഒരുമിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഗ്രോസറീസും കാര്യങ്ങളും ടൈം ടേബിളും ഒക്കെ റെഡിയാക്കിയിട്ട് കാത്തിരിക്കുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ.